നിലവിലെ വഖഫ് നിയമം ഇന്ത്യൻ ഹൃദയഭൂമികയിൽ ആഴമായ മുറിവുണ്ടാക്കുന്നതാണ്. അത് കലഹത്തിന്റെ വിത്താണ്. ആരും അന്തകവിത്ത് വിതയ്ക്കരുതെന്ന് അഭ്യർത്ഥിച്ച് സീനിയർ വൈദികൻ. വഖഫിന്റെ മറവിൽ എങ്ങും അവകാശവാദങ്ങൾ ഉയർത്തുന്നവർ മസ്ജിദുകളുടെയും മിനാരങ്ങളുടെയും അടിയിൽ ക്ഷേത്രാവശിഷ്ടങ്ങളും പുരാണപ്രസിദ്ധമായ അടയാളങ്ങളും തേടിപ്പോകാനുള്ള പ്രകോപനമാണ് നിങ്ങൾ മുളപ്പിച്ചെടുക്കുന്നതെന്ന് ഓർമ്മിപ്പിച്ച് KCBC മുൻ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ വർഗീസ് വള്ളിക്കാട്ട്. വഖഫിന്റെ പേരിൽ മുനമ്പം, ചെറായി, പള്ളിപ്പുറം തീരമേഖലയിലെ മത്സ്യത്തൊഴിലാളികളെ കുടിയിറക്കി അവരുടെ കിടപ്പാടം വഖഫ് ഭൂമിയാക്കുമ്പോൾ ഇക്കാര്യം ആരും മറക്കരുതെന്ന് ഫാദർ വള്ളിക്കാട്ട് ഫേസ്ബുക്ക് പോസ്റ്റിൽ മുന്നറിയിപ്പ് നൽകുന്നു. അന്യായമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും അനുകൂലമായ നിയമമുണ്ടാക്കി അതിനെ ന്യായീകരിക്കുകയും അതുവഴി ലാഭമുണ്ടാക്കുകയും ചെയ്യുന്നവർ ഈ നാടിനോടും ഇവിടെ അധിവസിക്കുന്ന സാധാരണ മനുഷ്യരോടും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് സ്വയം ചോദിക്കണം. 1988 ജോർദാൻ മുതൽ മെഡിറ്ററേനിയൻ വരെ ബ്രിട്ടീഷ് മാൻഡേറ്റിൽ ഉൾപ്പെട്ടിരുന്ന പ്രദേശം മുഴുവൻ ഇസ്രായേൽ എന്ന സ്വതന്ത്ര പരമാധികാര രാജ്യമുൾപ്പെടെ ഇസ്ലാമിക് വഖഫ് ആയി പ്രഖ്യാപിച്ച ഹമാസ് നടപടിയാണ് തുടർന്നിങ്ങോട്ട് ഇസ്രായേലും ഹമാസുമായി നടക്കുന്ന ഏറ്റുമുട്ടലുകൾക്കെല്ലാം അടിസ്ഥാനം എന്നത് എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കണം. കലഹം വിതച്ച് താൽക്കാലിക വിജയമുണ്ടാക്കിയാലും അങ്ങനെ നേടുന്നതൊന്നും ശാശ്വതമായിരിക്കുകയില്ല എന്ന അറിവ് ചരിത്രം നൽകുന്ന പാഠമാണ്. കേരളത്തിന്റെ മുഴുവൻ കടൽ തീരവും വഖഫ് ആണെന്ന് പ്രഖ്യാപിക്കാൻ ഒരു മാലിക് ദീനാറിന്റെ കഥ മതി എന്നയിടത്താണ് ഇന്ന് കേരളവും ഇന്ത്യയും എത്തി നിൽക്കുന്നത്. നിലവിലെ വഖഫ് നിയമം ഇന്ത്യൻ ഹൃദയഭൂമികയിൽ ആഴമായ മുറിവുണ്ടാക്കുന്നതാണ്. അത് കലഹത്തിന്റെ വിത്താണ്. ആരും അന്തകവിത്ത് വിതയ്ക്കരുത്. കേരളത്തിന്റെ തീരമേഖലയെ സംരക്ഷിക്കാൻ പ്രത്യേക നിയമമുണ്ടാക്കുന്ന കാര്യം ചുമതലപ്പെട്ടവർ ചിന്തിക്കുമെന്ന് കരുതുന്നുവെന്ന് വള്ളിക്കാട്ടച്ചൻ എടുത്തു പറയുന്നു.